പലരും ഡോക്ടർമാരെ വന്ന് കണ്ട് പറയാറുണ്ട്, ഡോക്ടറെ എൻ്റെ മൂക്കിനകത്ത് ദശ വളർച്ചയാണ്. ചില കുട്ടികൾക്കെല്ലാം എന്ന് പറയും മൂക്കിനകത്ത് ദശ വളർന്ന് മൂക്ക് അടഞ്ഞിരിക്കുന്നു, ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ ആൾക്കാർ ദശ എന്ന് വിളിക്കുന്നത് മൂക്കിനകത്തുള്ള ടർബിനേറ്റ് ആണ്. ടർബിനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിനകത്ത് എല്ലിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ഇതിവിടെ കാണാവുന്നതാണ്. ഈ ടർബിനേറ്റ് എന്ന് പറയുന്ന ഒരു രോഗമല്ല. നിങ്ങളുടെ മൂക്കിന് ഒരു വളവുണ്ട്. ഇപ്പം ഇടതുവശത്തേക്ക് നിങ്ങളുടെ മൂക്കിന് ഒരു വളവുണ്ടെങ്കിൽ വലതുവശത്തുള്ള ടർബിനേറ്റ് ഒരു അല്പം വീങ്ങിയിരിക്കുന്നതാണ്. നമുക്ക് മൂക്കിനകത്തേക്ക് നോക്കുമ്പോൾ മൂക്കിന്റെ സൈഡിൽ ചുവപ്പ് നിറത്തിൽ കാണുന്നത് പലപ്പോഴും ഇത് രോഗമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ദശയല്ല, ഇത് ടർബിനേറ്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതോടൊപ്പം നിങ്ങൾക്ക് അലർജിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നിരിക്കട്ടെ, അലർജി, തുമ്മൽ, മൂക്കൊലിപ്പ്, അതേപോലെ സൈനസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ടർബിനേറ്റിന്റെ ഭാഗത്തുള്ള മ്യൂക്കസ് മെമ്പറേൻ ഇത്തിരി ചുമന്നിരിക്കുന്നതാണ്. അത് പലപ്പോഴും നിങ്ങൾ അലർജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അലർജി ശരിയായിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഈ ടർബിനേറ്റിന്റെ ആ ചുവപ്പ് നിറം മാറുകയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യാം. ഈ ടർബിനേറ്റ് വളർന്നു വന്ന് ഈ ഭാഗം അടഞ്ഞിട്ട് നിങ്ങൾക്ക് ശ്വാസം കിട്ടാതിരിക്കുന്ന അവസ്ഥയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ ടർബിനേറ്റ് എൻലാർജ് ചെയ്ത് നിൽക്കുന്നതിന്റെ ഈ അലർജി ടെൻഡൻസി കുറയ്ക്കാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട്. നല്ലൊരു ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കായിക്കോട്ടെ മുതിർന്നവർക്കായിക്കോട്ടെ മൂക്കിനകത്ത് നിങ്ങളിങ്ങനെ ദശ വളർച്ച എന്ന് പേടിക്കുന്ന ഒരവസ്ഥയെ ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും. ഇത് ഇന്നത്തെ എല്ലാ മാതാപിതാക്കളുടെയും ചെറുപ്പക്കാരുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ.